എറണാകുളം വൈപ്പിൻ ചെറായി സംസ്ഥാനപാത ഉപരോധിച്ച് തീരദേശവാസികൾ. എടവനക്കാട് തീരപ്രദേശ മേഖലയിലെ പ്രശ്നങ്ങളോട് കളക്ടർ മുഖം തിരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. PT മുഹമ്മദ് ജസീം നൽകും കൂടുതൽ വിവരങ്ങൾ. മുഹമ്മദ് ജസീം, ഇന്ന് 8 മണി മുതൽ ഉപരോധമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ജസീം, ഇപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? സുജയ, പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എടവനക്കാട് തീരദേശ മേഖലയോട് ഭരണകൂടം കാണിക്കുന്ന ഒരു അവഗണനയോട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ചെറായി വൈപ്പിൻ ഒരു സംസ്ഥാന പാത ഇവിടെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ മേഖലയിൽ കടലേറ്റം വലിയ രീതിയിൽ ഉണ്ട്. അത് പരിഹരിക്കാൻ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഇടപെടലുകൾ വേണം. തീരദേശ ജനതയെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതും, ശാസ്ത്രീയമായി തീരം സംരക്ഷിക്കുക, കടൽ ഭിത്തി നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുക, ചെല്ലാനം മോഡൽ കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ള എന്നീ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു സമരക്കാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇതിന്റെ ഒരു ആവശ്യം? എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ പുലിമുട്ടോടുകൂടിയുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കടൽ ഭിത്തി നിർമ്മിക്കുക. കാരണം 2004 സുനാമിക്ക് ശേഷം ഈ എടവനക്കാടിന് 2.5 കിലോമീറ്റർ എന്ന് വെച്ചാൽ സുനാമിക്ക് 2 ജീവിതം നഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമത്തിൽ സുനാമി കഴിഞ്ഞു, ഓക്കി കഴിഞ്ഞു, 2000 ടൗട്ട കഴിഞ്ഞു. ആ ടൗട്ട കഴിഞ്ഞ് അതിനുശേഷമുള്ള ദുരിതങ്ങളാണ്. ഈ ദുരിതങ്ങൾ അനുഭവിക്കാൻ തൊട്ട് വർഷങ്ങളായി 2004 ശേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ സർക്കാരിൽ നിന്ന് മാറി വരുന്ന സർക്കാരിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ നടപടി ഇനി തുടർന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്ന് വെച്ചാൽ 13-ാം വാർഡും 9-ാം വാർഡും ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ്. ആ അവസ്ഥ മാറ്റിക്കിടന്നേക്ക് ചെല്ലാനം മോഡൽ കടൽ ഭിത്തി ഇവിടെ ഉടൻ നിർമ്മിക്കുക എന്ന് വെച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇനി ഞങ്ങൾക്ക് ഒരു നീക്കുപോക്ക് അധികം നാളെ ഞങ്ങൾ നീണ്ടു നിൽക്കില്ല. ഞങ്ങൾക്ക് മന്ത്രി വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെ. കാരണം MLA MP ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ ഞങ്ങളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞു പോയതാണ്. ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല. അതിനെതിരെയാണ് ശക്തമായ ഒരു സമരം ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഈ സമരം ഞങ്ങൾ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഈ സമരത്തിൽ ഞങ്ങൾക്ക് ഒരു ഉചിതമായ തീരുമാനം കിട്ടാൻ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങൾ പോലീസല്ല ആര് വന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങളിവിടെ പോകില്ല എന്നുള്ള 100% ഉറപ്പാണ് ഞങ്ങളുടെ എല്ലാ ജനങ്ങളും ഒത്തുകൂടിയേക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. ഞങ്ങൾ വലിയൊരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഈ പോലീസ് സന്നാഹം 150ഓളം വീടുകളെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഭാഗങ്ങളിൽ വെള്ളം കയറുകയാണെങ്കിൽ, കടലേറ്റം രൂക്ഷമാവുകയാണെങ്കിൽ അണിയിൽ കടപ്പുറം, പഴങ്ങാട്, ചാത്തങ്ങാട് എന്നീ കടപ്പുറങ്ങളും വലിയ തോതിൽ അവിടേക്കൊക്കെ വെള്ളം കയറും. ഇത് ഒരു 150-200 വീടുകളോളം വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് സമരം പുരോഗമിക്കുന്നത്. പോലീസ് ഇടപെട്ടാലും പിന്മാറില്ല എന്നുള്ളതും, മന്ത്രി തന്നെ ഇടപെട്ട് ഈ രീതിയിൽ ഞങ്ങൾക്ക് കളക്ടർ തന്നെ ഉറപ്പ് നൽകണം എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം കളക്ടർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾക്ക് തീരസദസ്സിൽ വെച്ച് 2004 5 ജീവനുകൾ എടുത്ത പഞ്ചായത്താണ് എടവനക്കാട് പഞ്ചായത്ത്. പക്ഷെ നാളിതുവരെ അവിടെ ഒരു കല്ലെടുത്ത് വെക്കും പോലും ഒരു മെയിൻ്റനൻസ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും ചെന്ന് ഞങ്ങൾ ഈ പരാതികൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ തീരസദസ്സിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം അവിടെ ഒരു സീവാളില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട്, ഇന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് അവിടുത്തെ എസ്റ്റിമേറ്റ് എടുക്കാനും തയ്യാറാക്കാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 55 കോടിയുടെ ടെട്രോപാഡ് മോഡലിൽ സീവാൾ നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് ഇന്നലെ കടൽക്ഷോഭം കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കളക്ടർ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ടായി. ആ മീറ്റിംഗിൽ ഞങ്ങൾ അടിയന്തരമായിട്ട്, അതായത് 5 പുലിമുട്ടാണ് വന്നേക്കണം, 4 എണ്ണം 1-ാം വാർഡിന്റെ അവിടെ നിന്ന് തെക്കോട്ടേക്ക് പിടിച്ചപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിലൊന്നും പുലിമുട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് കടൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 18 എണ്ണമാണ് അനുവദിച്ചത്, ആകെ 5 എണ്ണം ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ള പുലിമുട്ടുകളും അതുപോലെ തന്നെ ടെട്രോപാഡ് മോഡലിലുള്ള സീവാൾ നിർമ്മിക്കാനുള്ള എത്രയും അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഫണ്ടില്ല. അതും തന്നെയല്ല, നമ്മുടെ കേരളത്തിൽ പല തീരദേശങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്, കൊല്ലത്തും മറ്റുള്ളവർക്കൊക്കെ. അപ്പോൾ പ്രാധാന്യമനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ്. ഇത് ചെല്ലാനത്ത് എന്ത് സംഭവിച്ചുവോ അതേപോലെ സംഭവിച്ചൊരു പഞ്ചായത്താണ്. എത്ര വീടുകളെയാണ് ഇവിടെ ഇപ്പൊ കണ്ണുപിള്ളക്കെട്ട് വരെയും എത്തി, കടൽ കയറിയിട്ട് 1 കിലോമീറ്ററോളം കയറി. ആദ്യം 30 വീടുകൾ അങ്ങനെയൊക്കെ, ഇപ്പൊ മുഴുവനും ഇന്നലത്തെ വെള്ളക്കയറ്റത്തോടു കൂടി 1 കിലോമീറ്ററോളം കയറി കഴിഞ്ഞു. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അണിയലുണ്ട്, പഴങ്ങാട്, 1-ാം വാർഡ്, 3-ാം വാർഡ്, മൂന്ന് തീരദേശങ്ങളാണ് ഇതിൽ ഏറ്റവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. പഴങ്ങാടും അതുപോലെ തന്നെ അണിയലുമാണ്. ഇപ്പോൾ ഭയങ്കര രൂക്ഷമായ കടൽക്കയറ്റം ജനങ്ങൾക്ക്, അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് മാറി താമസിക്കാൻ പോലും
യാതൊരു കഴിവില്ലാത്ത ഒരു വീട് വാടകയ്ക്ക് എടുത്ത് പോകാൻ പോലും കഴിവില്ലാത്തവരാണ്. ഒരു ഗർഭിണി, ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8-ാം മാസം 7-ാം മാസം ആകുമ്പോഴേക്കും അവിടെ നിന്ന് മാറി താമസിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നത്. അതാണ് അവിടുത്തെ ദുസ്സഹാവസ്ഥ. ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കുടിവെള്ളം ഇല്ല. ഇപ്പൊ കുടിവെള്ളവും ഇല്ല. അത്രയും നിസ്സഹായാവസ്ഥയിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞതാണ്. അത് എത്രയും പെട്ടെന്ന് സർക്കാർ ഞങ്ങൾക്ക് നൽകിയേ തീരൂ. അത് കിട്ടുന്നത് വരെ ജനകീയ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം പഞ്ചായത്തുണ്ട്. ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് ഈ ജനകീയ സമരത്തോട് കൂടെ നിൽക്കുമെന്നുള്ളതാണ്. കാരണം ഇത് വലിയൊരു പ്രശ്നമാണ് ഈ എടവനക്കാടിനെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രദേശത്ത് 3ഓളം ഒരു കടലോര മേഖലകൾ തന്നെ വലിയ തോതിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്ററോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കളക്ടറുമായുള്ള ചർച്ചകൾ നടത്തുമ്പോഴും ഫണ്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഈ ഫണ്ടില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇനിയും അപകടം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഈ രൂക്ഷമായ കടലാക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കളക്ടർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തീരുമാനങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. അതിന്റെ പേരിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന വീടുകളിൽ. അതിനാണ് നമ്മൾ സമരം ചെയ്യണത്. കടൽഭിത്തി ഉടനെ നിർമ്മിക്കണം. കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ വെള്ളം കയറാണ്ടിരിക്കുള്ളൂ. അത് ഞാനിത് സർക്കാരോട് പറഞ്ഞിട്ട് സർക്കാർ അതിനൊരു തീരുമാനം ഉണ്ടാക്കണില്ല. അപ്പൊ ജനങ്ങളും പിള്ളേരും എല്ലാവരും ബുക്കുകളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം കിട്ടാനുള്ള ക്ഷാമം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കുടിവെള്ളത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളമില്ല. വെള്ളമുള്ള ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-1.5 രീതിയിലാണ് വെള്ളങ്ങൾ വന്നത്. അതിൽ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ആ വെള്ളവും നഷ്ടപ്പെട്ടില്ല. പിന്നെ പടിഞ്ഞാറ് മേഖലകളിൽ വെള്ളം ഉണ്ടാവൂല. മനസ്സിലായോ? അതാണ് ഇവിടെയുള്ള ആളുകളും പറയുന്നത്. അവർക്ക് വലിയ ദുരിതമാണ് ഇവിടെ ജീവിക്കാനുള്ളതാണ്. വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. കാരണം നമുക്കറിയാം, ഈ ചെറായി വൈപ്പിന്നൂർ റോഡ് തടയുമ്പോൾ വാഹനങ്ങളെല്ലാം കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കിലോമീറ്ററുകൾ നീളത്തോളം ഇപ്പോൾ വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.